ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ്. കുറേ നാൾക്ക് ശേഷം ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇന്നേ വരെ ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നാണ് എനിക്ക് ഇതിനുള്ള സമയം കിട്ടിയത്. കാരണം ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം സ്കൂളിൽ പോകുമ്പോൾ ഉമ്മയെ സഹായിക്കാൻ പറ്റില്ല. ഒരു ശനി ഞായർ ദിവസങ്ങളിൽ ഞാൻ ഉമ്മയെ സഹായിക്കാറുണ്ട് കേട്ടോ. ആ ഒരു വീഡിയോ കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ 2 ബൗളും മീനാക്കി വെച്ചിട്ടുണ്ട്. മീൻ നമ്മൾ വൃത്തിയാക്കി ഒന്ന് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഒരു ബൗളിൽ കറിക്കുമ്പോൾ ഒരു ബൗൾ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രൈ ചെയ്യാനുള്ള മിക്സൊക്കെ ഒന്ന് തയ്യാറാക്കാൻ വിചാരിച്ചു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതിനുള്ള കുറച്ച് സാധനങ്ങൾ, ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് ഞാൻ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കുന്നുണ്ട്. കാരണം കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് എനിക്ക് ഫുഡൊക്കെ ഒന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മീനെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് പുരട്ടിയെടുത്ത് വെച്ച് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ചപ്പാത്തിയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ പകുതി മുട്ട പൊരിച്ചതും ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നീട് കുറച്ച് ഉള്ളിക്കറി ഇട്ട് കേട്ടോ. പാകത്തിനനുസരിച്ചുള്ള ഉള്ളിക്കറിയൊക്കെ മതി, കാരണം ബാക്കിയുള്ളത് നമ്മൾ കൊടുക്കളയും. അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് ഉള്ളിക്കറി എടുത്തത് കേട്ടോ. എന്നിട്ട് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം ഇവിടുത്തെ കിണറുള്ളതായതുകൊണ്ട് ഞങ്ങൾ ലൈൻ പൈപ്പിൽ നിന്നുള്ള വെള്ളം കേട്ടോ എടുക്കുന്നത്. എനിക്കിഷ്ടമല്ല കിണറുള്ളും, ഒരുമാതിരി അഴുക്ക് ടേസ്റ്റാണ് കേട്ടോ. പിന്നീട് കുറച്ച് തുണി വിരിക്കാനുണ്ട്. എന്താ കുടയും പിടിച്ച് നിൽക്കാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വെയിലടിച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ കുടയും പിടിച്ച് നിൽക്കുന്നത്. പിന്നെ മഴ എൻ്റെ ആപ്പാരൻ്റെ ഇത്താരെയൊക്കെ കുറച്ച് ജീൻസൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ അണ്ണൻ്റെയൊക്കെ. അതെല്ലാം ഞാനും എൻ്റെ ഇത്തായും കൂടി വിരിച്ചിട്ടുണ്ട് കേട്ടോ. വിരിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് തുണികളൊക്കെ എനിക്ക് മുക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തുണികളൊക്കെ മുക്കി തൊണ്ടയ്ക്ക് എന്തോ ഒരു ചെറിയൊരു അശവിശൊക്കെ ഉണ്ട്, സോറി ഗൈസ്. അപ്പം അങ്ങനെ നമ്മൾ തുണികളൊക്കെ മുക്കാനായിട്ട് സർഫൊക്കെ എടുത്ത് വെച്ച് ഒന്ന് മുക്കി വെള്ളത്തിലിട്ടൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം കലക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് ഓരോ തുണികളായിട്ടും കൊണ്ടിട്ട് കൊടുക്കും. കളറുള്ളത് എടുത്തു കഴിഞ്ഞാൽ കളറുള്ള എടുത്താൽ പ്രശ്നമാണ് കേട്ടോ. അതുകൊണ്ട് കളറുള്ള അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം അത് നേരത്തെ അങ്ങ് മുക്കി കേട്ടോ. കളറുള്ളത് മാറ്റി വെച്ചു. എന്നിട്ട് കളറില്ലാത്ത ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ യൂണിഫോത്തിലൊക്കെ കളറാകുമ്പോൾ എന്തൊക്കെ പോലെ ആണല്ലോ. അതുകൊണ്ട് കളർ ഉള്ള ഡ്രസ്സെല്ലാം മാറ്റി വെച്ചതിന് ശേഷം കളറില്ലാത്ത ഡ്രസ്സെല്ലാം എടുത്ത് മുക്കി കേട്ടോ. ഇത് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് കേട്ടോ ഗസ്. ഞാൻ എൻ്റെ പറ്റണ ആരോഗ്യത്തിൽ ഞാൻ അങ്ങ് പാത്രമൊക്കെ കഴുകി കേട്ടോ ഗസ്. ഇത്രയും ചെയ്തപ്പോൾ തന്നെ എൻ്റെ നടുവിളവ് ഗസ്. അപ്പോൾ എൻ്റെ ഉമ്മ ചെയ്യുന്ന ആലോചിച്ച് നോക്കി. അങ്ങനെ ഇതിനിടയിൽ കൂടി എൻ്റെ ഉമ്മ ഒന്ന് നോക്കി കേട്ടോ. പക്ഷെ ഉമ്മ മുഖം കാണിച്ചൊന്നുമില്ല ഗസ്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഉമ്മ ഇങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെയല്ലടി ഇങ്ങനെയാണ്. അതിൻ്റെ കൂടെ എൻ്റെ ഇത്തായും പറഞ്ഞു, അങ്ങനെയല്ലടി ഇങ്ങനെയാണ്. അങ്ങനെയൊക്കെ ഇവർ രണ്ടും കൂടി ഒരുമിച്ച് പറയുന്നുണ്ട്. ഞാൻ ഓരോന്നും ഇങ്ങനെ കാണിച്ചു കൂട്ടി. വലിയ പാത്രങ്ങളൊന്നും എനിക്ക് കഴുകാൻ പറ്റുന്നില്ല. ചെറിയ പാത്രങ്ങളൊക്കെ കഴുകാൻ പറ്റുന്നുള്ളൂ. വലിയ പാത്രങ്ങൾ ഉമ്മയാണ് കഴുകുന്നത്. എനിക്ക് പറ്റുന്നിടത്തോളം ഞാൻ കഴുകുന്നുണ്ട്. പിന്നെ നന്നായിട്ടൊന്ന് ക്ലീനാക്കി വാഷ് ചെയ്ത് വെച്ചതിന് ശ്രദ്ധിക്കുകയൊക്കെ വെച്ചിട്ടാണ് ഞാൻ. പിന്നീട് കുറച്ച് അരി അടുപ്പിലിടാനുണ്ടായിരുന്നേ. അങ്ങനെ അരിയൊക്കെ 4-5 വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി വെച്ച കേട്ടോ. അതാകുമ്പോൾ സമയമൊക്കെ ഉണ്ട്. അരിയടുപ്പിലൊക്കെ ഇടുമ്പം കുറച്ച് തിളച്ചൊക്കെ വരുമ്പോൾ അരിയടുപ്പ് ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ വെട്ടയില്ല, അതുകൊണ്ട് തന്നെ വെളിയിലൊക്കെ കൊണ്ടുപോയിട്ടോ ബാക്കിൽ കൊണ്ടുവന്നിട്ട് കഴുകി വൃത്തിയാക്കി. ഞാൻ തന്നെയാണ് കഴുകുന്നത്, എനിക്ക് എൻ്റെ എലുമ്പ് കൈയാണെന്ന് മനസ്സിലാവും. അങ്ങനെ കഴുകിയാണ്ട് ഞങ്ങളുടെ അരിയടുപ്പിൽ നേരെ എടുത്ത് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ അരിയടുപ്പിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ. ഇടയ്ക്കിടയ്ക്ക് കൈയൊക്കെ പൊള്ളിപ്പോകുന്നുണ്ട് ഗൈസ്, എന്താണെന്ന് അറിയില്ല, ഭയങ്കരമായിട്ട് പൊള്ളുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല ഗൈസ്. എന്നിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. ഡേ ഇൻ മൈ ലൈഫ് ലൈക്ക് ചെയ്യാൻ മറക്കില്ലേ. ബൈ.